ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ വെൽഡ് ഗേജുകൾ ഉപയോഗിച്ച് വെൽഡ് വലിപ്പം പരിശോധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. ഈ മോഡ്യൂൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ കൈവരിക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്യങ്ങൾ ഇവയാണ്: വെൽഡുകളുടെ പരിശോധനയ്ക്കായി വെൽഡ് ഗേജുകളുടെ ഉപയോഗം, ഫയലറ്റ് വെൽഡ് പ്രൊഫൈലിന്റെ കോൺകേവ്, കോൺവെക്സ് പരിശോധിക്കാൻ, കാലിന്റെ നീളവും ത്രോട്ടിന്റെ കനവും പരിശോധിക്കാൻ. വിഷ്വൽ വെൽഡിംഗ് പരിശോധനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേജുകളിൽ ചിലത് വെൽഡുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഈ മോഡ്യൂൾ സഹായിക്കും. തെറ്റായ വെൽഡ് വലുപ്പവും രൂപരേഖയും ഡിഫക്ട്സ് ആണ്. വെൽഡിന്റെ ഉപരിതലവും തൊട്ടടുത്തുള്ള 25 mm ഏരിയയും വൃത്തിയാക്കുക. എണ്ണ, വെള്ളം, അമിതമായ സ്ലാഗ് അല്ലെങ്കിൽ വെൽഡ് ഗേജുകളെ തടസ്സപ്പെടുത്തുന്ന മറ്റ് മലിനീകരണം എന്നിവയിൽ നിന്ന് ഉണക്കി മുക്തമാക്കുക. ഫില്ലറ്റ് വെൽഡ് ലെഗ് നീളം, ജോയിന്റ് റൂട്ട് മുതൽ ഫില്ലറ്റ് വെൽഡിന്റെ ടോ വരെയുള്ള ദൂരം. ഫില്ലറ്റ് വെൽഡ് വലുപ്പങ്ങൾ അളക്കുന്നതിന് നിരവധി തരം ഗേജുകൾ ഉപയോഗിക്കുന്നു. AWS ഓട്ടോമാറ്റിക് വെൽഡ് സൈസ് ഗേജ് ഉപയോഗിച്ച് ഫില്ലറ്റ് വെൽഡിന്റെ ലെഗിന്റെ നീളം അളക്കൽ. ഫില്ലറ്റ് വെൽഡ് ഗേജ് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഗേജുകളിൽ ഒന്നാണ്, കൂടാതെ ഫില്ലറ്റ് ലെഗ് വലുപ്പത്തിനായി വെൽഡ് പരിശോധിക്കാൻ സഹായകമാണ്. ഇത്തരത്തിലുള്ള ഗേജിൽ സാധാരണയായി 7 അതിലധികമോ ഇലകൾ, കഷ്ണങ്ങൾ ഉൾപ്പെടും. ലെഗിന്റെ നീളം പരിശോധിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള വലിപ്പം നിറവേറ്റുന്ന ഫിൽറ്റ് വെൽഡ് ഗേജിന്റെ ഒരു ലീഫ് തിരഞ്ഞെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ വെൽഡിന് നേരെ സ്ഥാപിക്കേണ്ടതുണ്ട്. വെൽഡിങ്ങിന്റെ ഗേജിനും ടോയ്ക്കും ഇടയിൽ വിടവുണ്ടെങ്കിൽ അത് ഒരു ചെറിയ വെൽഡാണ്. ക്യാം ടൈപ്പ് മാസ്റ്റർ ഗേജ്. ഫില്ലറ്റ് വെൽഡ് ലെഗ് നീളം അളക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു തരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗേജ്. ഫില്ലറ്റ് വെൽഡിന്റെ ലെഗ് വലുപ്പം ഗേജിന്റെ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്നു. ഇത് ഫിൽറ്റ് വെൽഡിന്റെ ലെഗ് വലുപ്പമാണ്. റൂട്ടിൽ നിന്ന് വെൽഡിന്റെ ഫേസിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരമാണ് ത്രോട്ട്. ഇനി നമുക്ക് മൾട്ടിപർപ്പസ് ക്യാം ടൈപ്പ് ഗേജിലെ മൈറ്റർ സ്ലൈഡ് ഉപയോഗിച്ച് യഥാർത്ഥ ഫില്ലറ്റ് വെൽഡ് ത്രോട്ടിന്റെ അളവ് നോക്കാം. സ്ലൈഡ് പോകുന്നിടത്തോളം നീട്ടുക. സ്ലൈഡിന്റെ അറ്റം വെൽഡിന്റെ ഫേസിൽ വയ്ക്കുക. 2 പ്ലേറ്റുകളുടെയും ഉപരിതലവുമായി സമചതുരമായി ബന്ധപ്പെടുന്നതുവരെ ഗേജ് താഴ്ത്തുക. അപ്പോൾ ത്രോട്ടിന്റെ യഥാർത്ഥ വലുപ്പം സ്കെയിലിൽ നിന്ന് അറിയാം. കോൺവെക്സിറ്റി. വെൽഡ് ടോയിൽ ചേരുന്ന ഒരു വരയിലേക്ക് ലംബമായി ഒരു കോൺവെക്സ് ഫില്ലറ്റ് വെൽഡിന്റെ ഫേസിൽ നിന്ന് പരമാവധി ദൂരം. ഈ കോൺവെക്സിറ്റിയുടെ അളവ് അധികമാകുമ്പോൾ വെൽഡ് ടോയിൽ സൃഷ്ടിക്കുന്ന നോച്ച് ടോയിൽ വിള്ളലിന് കാരണമാകും. മെഷർമെന്റ് ഓഫ് കോൺവെക്സ് ഫില്ലറ്റ് വെൽഡ് സൈസ് യൂസിംഗ് എ WSY ഗേജ്. ഫിൽറ്റ് വെൽഡ് ജോയിന്റിന്റെ ലംബമായ പ്ലേറ്റിനെതിരെ ഗേജ് വയ്ക്കുക. ഫില്ലറ്റ് വെൽഡ് ജോയിന്റിന്റെ ലംബവും താഴത്തേതുമായ പ്ലേറ്റുമായി 45 ഡിഗ്രി വശങ്ങൾ സമ്പർക്കം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. വെൽഡ് ഫേസിൽ പോയിന്ററിന്റെ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് മാർക്കിനൊപ്പം കോയിൻസൈഡ് ചെയ്യുന്ന ഗ്രാജുവേറ്റ് സ്കെയിലിലെ അളവ് നിരീക്ഷിക്കുക. വെൽഡ് റൈൻഫോഴ്സ്മെന്റിന്റെ സ്വീകാര്യമായ വലിപ്പം കണ്ടെത്തുന്നതിന് അളവ് രേഖപ്പെടുത്തുക. കോൺകാവിറ്റി. വെൽഡ് ടോകളിൽ ചേരുന്ന ഒരു വരിയിലേക്ക് ലംബമായി ഒരു കോൺകേവ് ഫില്ലറ്റ് വെൽഡിന്റെ ഫേസിൽ നിന്ന് പരമാവധി ദൂരം. അണ്ടർ സൈസ്ഡ് വെൽഡിന് കാരണമാകുമ്പോൾ മാത്രമേ കോൺകാവിറ്റി ഹാനികരമായി കണക്കാക്കൂ. മെഷർമെന്റ് ഓഫ് കോൺകേവ് ഫില്ലറ്റ് വെൽഡ് സൈസ് യൂസിംഗ് എ WSY ഗേജ്. ഫിൽറ്റ് വെൽഡ് ജോയിന്റിന്റെ ലംബമായ പ്ലേറ്റിനെതിരെ ഗേജ് വയ്ക്കുക. ഫിൽറ്റ് വെൽഡ് ജോയിന്റിന്റെ ലംബവും തിരശ്ചീനവുമായ പ്ലേറ്റുമായി 45 ഡിഗ്രി വശങ്ങൾ സമ്പർക്കം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. ബാക്കി കോൺകേവ് വെൽഡ് ഫേസിൽ പോയിന്റർ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് മാർക്കിനൊപ്പം ഗ്രാജുവേഷൻസും കോയിൻസിഡൻസും അളക്കുന്നത് നിരീക്ഷിക്കുക. വെൽഡ് റൈൻഫോഴ്സ്മെന്റിന്റെ സ്വീകാര്യമായ വലിപ്പം കണ്ടെത്തുന്നതിന് അളവ് രേഖപ്പെടുത്തുക.
വെൽഡ് റൈൻഫോഴ്സ്മെന്റ്. ഒരു ഗ്രോവ് ബട്ട് വെൽഡ് നിറയ്ക്കാൻ ആവശ്യമായ അളവിൽ കൂടുതലായി വെൽഡ് മെറ്റൽ, അത് വെൽഡിന്റെ അളവാണ്. ഒരു ഗ്രോവ് വെൽഡിലെ വെൽഡ് ലോഹത്തിന്റെ അളവാണ് അടിസ്ഥാന ലോഹപ്രതലത്തിന് മുകളിലുള്ളത്. അമിതമായ ബലപ്പെടുത്തലുകൾ വെൽഡിന്റെ ടോയിൽ കാര്യമായ നോച്ച് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഇത് സമ്മർദ്ദം ഉയർത്തുന്നവയായി പ്രവർത്തിക്കുകയും സർഫസിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ഗ്രോവ് വെൽഡിന്റെ ബലപ്പെടുത്തൽ നിർണ്ണയിക്കാൻ ഗേജ് സ്ഥാപിക്കുക. അങ്ങനെ ബലപ്പെടുത്തൽ ഗേജിന്റെ ലെഗുകൾക്കിടയിൽ വരികയും വെൽഡിന്റെ ഫേസിൽ തൊടുന്നതുവരെ പോയിന്റർ പുറത്തേക്ക് സ്ലൈഡ് ചെയ്യുകയും ചെയ്യും. അളവ് നിരീക്ഷിച്ച് അതനുസരിച്ച് രേഖപ്പെടുത്തുക. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചു വെൽഡ് ഗേജ് ഉപയോഗിച്ച് വെൽഡിന്റെ ഡയമെൻഷണൽ പരിശോധന, വെൽഡുകളുടെ പരിശോധനയ്ക്കായി വെൽഡ് ഗേജുകളുടെ ഉപയോഗം, ഫിൽറ്റ് വെൽഡ് പ്രൊഫൈലിന്റെ കോൺകേവ്, കോൺവെക്സ് പരിശോധിക്കാൻ, ലെഗിന്റെ നീളം, ത്രോട്ടിന്റെ വലിപ്പം, കനം പരിശോധിക്കാൻ, ബട്ട് വെൽഡഡ് ജോയിന്റിൽ ബലപ്പെടുത്തൽ അളക്കുന്നു. ഇപ്പോൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.